പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ അനുഗ്രഹകരമായ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ദൈവവചനം പഠിക്കാൻ അല്പസമയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം ശക്തി നിറഞ്ഞതാണ്. ലെബനോനിലെ ദേവദാരുക്കളെ കടപുഴക്കി എറിയുകയും ലെബനോനിലെ ഒക്കുമരങ്ങളെ ചുഴറ്റുകയും മരുഭൂമിയെ നടുക്കം കൊള്ളിക്കുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ 29 അധ്യായം വിവരിക്കുന്നുണ്ട്. കൂടം പോലെ ശക്തിയുള്ളതും അഗ്നി പോലെ എരിയിച്ചു കളയുന്നതുമായ ആ വചന ശക്തിയെക്കുറിച്ച് ജെറമിയായും പ്രവചിച്ചിട്ടുണ്ട്. മാറ്റമില്ലാത്ത, മാറ്റിമറിക്കുന്ന ദൈവവചനത്തിൻ്റെ അതുല്യമായ ശക്തി യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലൂടെ അനുഭവിക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏകാഗ്രതയോടെ, ഭക്തിയോടെ ഇന്നത്തെ വചന പാഠം പഠിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപകളും പരിശുദ്ധ അമ്മ വഴിയായി ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഒരു ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നാം സംസാരിച്ചു. ഇനി ഈ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം ജ്ഞാനസ്നാനം എന്ന കൂദാശയാണ് എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തെ അപ്പസ്തോലിക കാലം മുതലേ, അപ്പസ്തോലന്മാരുടെ കാലം മുതൽ അതിനുശേഷം വന്ന അപ്പസ്തോലിക പിതാക്കന്മാരുടെ കാലത്തിലും കഴിഞ്ഞ 2000 വർഷത്തെ തിരുസഭയുടെ ചരിത്രത്തിലും സഭ ഈ വചനത്തെ മനസ്സിലാക്കിയത് ജ്ഞാനസ്നാനം എന്ന കൂദാശയെ പരാമർശിക്കുന്ന വചനമായിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ചില സമാന്തര വായനകൾ നാം ചർച്ച ചെയ്യുകയുണ്ടായി. എസെക്കിയേലിൽ ദൈവം നൽകിയ "ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിന്നെ ഞാൻ ശുദ്ധീകരിക്കും" എന്ന് എസെക്കിയേലിലൂടെ ദൈവം പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ജ്ഞാനസ്നാനം എന്ന കൂദാശയെന്ന് സഭാപിതാക്കന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ, അതുപോലെ തന്നെ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അന്ത്യോക്യയിലെ തെയോഫിലസ്, 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായിരുന്ന ഒരിജൻ, അതുപോലെ തന്നെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്രജ്ഞനും വിശുദ്ധനുമായിരുന്ന വിശുദ്ധ ആഗസ്തീനോസ് തുടങ്ങിയ സഭാപിതാക്കന്മാർ ചില പേരുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഈ വിശുദ്ധ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ, തെയോഫിലസ്, അതുപോലെ തന്നെ വിശുദ്ധ ഒരിജൻ, വിശുദ്ധ അഗസ്തീനോസ് തുടങ്ങിയ സഭാപിതാക്കന്മാരെല്ലാം തന്നെ ഈ വചനഭാഗത്തെ ജ്ഞാനസ്നാനം എന്ന കൂദാശയായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ യോഹന്നാൻ ചർച്ച ചെയ്യുന്ന വീണ്ടും ജനനം സംഭവിക്കുന്നത് ജ്ഞാനസ്നാനം എന്ന കൂദാശയിലാണ്. കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളെയും ഈ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധ ഒരിജനും വിശുദ്ധ ആഗസ്തീനോസും ചർച്ച ചെയ്യുന്നുണ്ട്. അവർ, ഈ അപ്പസ്തോലിക പിതാക്കന്മാർ പറയുന്നത്, ഈ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമായ ജ്ഞാനസ്നാനം ശിശുക്കൾക്ക് നൽകുന്നത് അപ്പസ്തോലന്മാരുടെ കാലം മുതലേയുള്ള പൈതൃകവും പാരമ്പര്യവും കീഴ്വഴക്കവുമാണ് എന്ന നിലയിലാണ്. നമ്മുടെ വിഷയം ജ്ഞാനസ്നാനം അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ ആത്മാവിനാൽ ഉള്ള വീണ്ടും ജനനത്തെക്കുറിച്ച് യോഹന്നാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 7-ാമത്തെ വാക്യം,
നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. നിക്കോദെമോസിനോടാണ് ഈശോയുടെ സംസാരം. ഈശോ പറയുകയാണ്, നീ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതുകൊണ്ട് അത് കേട്ട് നീ അത്ഭുതപ്പെടണ്ട. എന്നിട്ട് ആത്മാവിനാലുള്ള വീണ്ടും ജനനത്തെ സൂചിപ്പിക്കാനായി കർത്താവ് ഈശോ മിശിഹ ഒരു ദൃശ്യമായ യാഥാർത്ഥ്യത്തെ, അല്ലെങ്കിൽ മനുഷ്യന് പരിചയമുള്ളൊരു യാഥാർത്ഥ്യത്തെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതാണ് അടുത്ത വാക്യം. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വചനമാണ്. അതായത് വീണ്ടും ജനനത്തെ അതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം കൊണ്ട് നിക്കോദെമോസ് നേരിടുമ്പോൾ നിക്കോദെമോസിന് വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകാതെ വരുമ്പോൾ നിക്കോദെമോസിനോട് ഈശോ പറയുകയാണ്, അത് കാറ്റ് എന്ന ഉപമയിലൂടെ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിനാലുള്ള വീണ്ടും ജനനം. കാറ്റും പരിശുദ്ധാത്മാവും ബൈബിളിൽ പലപ്പോഴും സമാന്തരമായി ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ കാറ്റ് എന്ന പദമാണ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. കാറ്റ് എന്ന വാക്ക് പരിശുദ്ധാത്മ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതായി ബൈബിൾ സൂചിപ്പിക്കുന്ന ചില വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം, ജനേസിസ് 2:7. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനം വിൻഡും സ്പിരിറ്റും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബൈബിളിലെ ചില വചനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഉൽപ്പത്തി 2:7, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഇവിടെ ശ്വാസം, കാറ്റ് എന്നത് ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അതായത് വിൻഡ്, ശ്വാസം, ബ്രത്ത് എന്ന് പറയുന്നത് സ്പിരിറ്റ് എന്ന അർത്ഥവും ഈ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലുണ്ട്. മറ്റൊരു വചനം എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 37-ാമത്തെ അധ്യായത്തിലാണ്. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം, എസെക്കിയേൽ 37:9. അസ്ഥികളുടെ താഴ്വരയിൽ എസെക്കിയേൽ പ്രവാചകനോട് പോയി പ്രവചിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവം 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അതായത് ഉൽപ്പത്തി പുസ്തകം 2:7 കണ്ടു, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം നിശ്വസിച്ചപ്പോൾ ആദം ജീവനുള്ളവനായി തീർന്നു. ഇവിടെ നാം വായിക്കുകയാണ്, എസെക്കിയേൽ 37 പറയുകയാണ്, ഈ നിർജീവാവസ്ഥയിൽ നിശ്ചേതനരായി കിടക്കുന്ന അസ്ഥികളുടെ മേൽ ആത്മാവാകുന്ന കാറ്റ് വന്ന് വീശുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടാവുകയാണ്. ജീവൻ, അവർ വീണ്ടും ജനിക്കുകയാണ്, അവർക്ക് ജീവൻ ഉണ്ടാവുകയാണ്. മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക, മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, വലിയൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. മറ്റൊരു വചനം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ കാറ്റ്, ആത്മാവ്, അതുമൂലമുണ്ടാകുന്ന ആത്മാവിൻ്റെ പ്രവർത്തനം അത് സൂചിപ്പിക്കുന്ന മറ്റൊരു വചനമാണത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി, അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ കാറ്റ്, പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തായിൽ വന്ന് നിറയുമ്പോൾ അത് കാറ്റടിക്കുന്ന ഒരനുഭവം പോലെയാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ വിശദീകരിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം
22-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉത്ഥാനത്തിന്റെ ദിവസം, ഞായറാഴ്ച ദിവസം വൈകുന്നേരം ശിഷ്യന്മാർ കതകടച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് പ്രത്യക്ഷനായി അരുളി ചെയ്യുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അതിനുശേഷം യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ഇതാ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതായത് നിശ്വസിക്കുമ്പോൾ ഈ കാറ്റ്, ഈ റൂഹ ഇത് പുറത്തേക്ക് വരുമ്പോൾ അത് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതായത് ഞാൻ ഈ 4 വചനങ്ങളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചത് കാറ്റും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ദൈവവചനമാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കാൻ വായു, കാറ്റ്, നിശ്വാസം തുടങ്ങിയ ഉപമകൾ ബൈബിൾ സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആത്മാവിനാൽ നിർവഹിക്കപ്പെടുന്ന വീണ്ടും ജനനത്തെ ഉദാഹരിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഈശോ മിശിഹ കാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ, കാറ്റ് എന്ന യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് കാറ്റ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. എന്ന് പറഞ്ഞാൽ ഈശോ ഇവിടെ നിക്കോദെമോസിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്ന് അറിയാത്തതുപോലെ, എവിടേക്ക് പോകുന്നെന്ന് അറിയാത്തതുപോലെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നടത്തുന്ന വീണ്ടും ജനനം. മനുഷ്യന് മനസ്സിലാക്കാൻ എന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യന് കാണാൻ പറ്റാത്ത, മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമല്ലാത്ത ഒരു പ്രവർത്തനമാണത്. ദാറ്റ് ഈസ് ആൻ അൺസീൻ ആക്ടിവിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിച്ച് ഹ്യൂമൻ ഐ ഡസ് നോട്ട് പെർസീവ്. പക്ഷേ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് നടക്കുന്നില്ല എന്നർത്ഥമില്ല. കാണാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് ഉപസംഹരിക്കാൻ കഴിയില്ല. നിനക്കിത് കാണാൻ പറ്റുന്നില്ല. ആത്മാവ് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുന്നത് നിക്കോദെമോസ് നിനക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ കാണാൻ കഴിയുന്നില്ല എന്ന് കരുതി അത് സംഭവിക്കുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പടി കൂടി ഉയർന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിക്കോദെമോസിനെ ഈശോ നയിക്കുകയാണ്. റീബർത്ത് ഈസ് ആൻ അൺസീൻ ആക്ടിവിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബീങ് റീബോൺ ഈസ് ആൻ അൺസീൻ ആക്ടിവിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ മാത്രമല്ല, ആത്മാവിനെക്കുറിച്ച്, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ധാരണകൾ ഉണ്ടാവണമെന്നുമില്ല, നമ്മൾ അറിയണമെന്നുമില്ല. ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആത്മാവിൻ്റെ പ്രവർത്തനം നിഗൂഢമാണ് പലപ്പോഴും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾക്കോ ധാരണകൾക്കോ അപ്പുറത്ത് നിഗൂഢമായ ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്നാൽ നമ്മളിത് കാണുന്നില്ല എന്ന് കരുതി ഇതില്ലാന്നില്ല. കാണുന്നില്ലെങ്കിലും, കാറ്റിനെ കാണുന്നില്ലെങ്കിലും കാറ്റടിക്കുമ്പോൾ, കാറ്റിൻ്റെ കൈകൾ നമ്മെ തലോടുമ്പോൾ നാം അത് അനുഭവിക്കുന്നത് പോലെ, ഈവൻ വെൻ വി ഡു നോട്ട് പെർസീവ് the coming and the going of the wind, or from where does it come or where does to where it goes, even when we do not perceive that, ഈശോ പറയുകയാണ്, അത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും കാറ്റ് എവിടെ നിന്ന് വരുന്നത് എവിടേക്ക് പോകുന്നതെന്ന് അറിയാത്തതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണുന്നില്ല, അറിയുന്നില്ല എന്ന് കരുതി അത് അനുഭവിക്കുന്നില്ല എന്നർത്ഥമില്ല. നമുക്ക് വി ക്യാൻ ഫീൽ ദ പ്രസൻസ്, നമുക്കത് അനുഭവിക്കാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ. അതായത് ഒരു വ്യക്തിക്ക് വീണ്ടും ജനനത്തിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വീണ്ടും ജനനത്തിലേക്ക് വന്നതിന് ശേഷമുള്ള വ്യത്യാസം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് ആ വ്യക്തി തിരിച്ചറിയുന്നത്, ഈ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങി. യു ഫീൽ ആൻ ഇൻവിസിബിൾ പവർ പുഷിംഗ് ഓൺ, ആൻ ഇൻവിസിബിൾ പവർ പുഷിംഗ് യു ഓൺ. നമ്മളെ ഇങ്ങനെ നമുക്ക് കാണാനാവാത്ത ഒരു ശക്തി മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിൻ്റെ വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനും ആത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു മനുഷ്യനും
മറ്റൊരു മനുഷ്യനും തമ്മിൽ ബാഹ്യമായി ദർശന മാത്രയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ആ വ്യക്തിയെ ആത്മാവ് തള്ളിക്കൊണ്ടു പോകുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഫിലിപ്പോസിനെ എടുത്ത് ഗാസായിലേക്കുള്ള വഴിയിൽ കൊണ്ടുപോയി നിർത്തിയതുപോലെ, സമറിയായിലേക്ക് പ്രസംഗിക്കാൻ കൊണ്ടുപോയതുപോലെ, ഫിലിപ്പിയിലേക്ക് മാസിഡോണിയയിലേക്ക് പൗലോസ്ലീഹായെ വിളിച്ച് സ്വപ്നത്തിലൂടെ വിളിച്ചു വരുത്തിയതുപോലെ, ജെറുസലേമിലേക്ക് ആത്മാവിനാൽ നിർബന്ധിതനായി പൗലോസ് യാത്ര ചെയ്യുന്നത് പോലെ, സ്വപ്നത്തിൽ യൗസേപ്പ് പിതാവിനെ നയിക്കുന്നത് പോലെ, അപ്പസ്തോലന്മാരെയെല്ലാം അവരുടെ സുവിശേഷ യാത്രകൾക്കിടയിൽ അത്ഭുതകരമായി നയിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ, വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ നയിക്കുന്നുണ്ട്. അതാണ് റോമർ 8 നാം വായിക്കുന്നത്. ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ ഇങ്ങനെ തള്ളപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം നിക്കോദെമോസിനോട് പറയുകയാണ്, ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് വീണ്ടും ജനനം, പക്ഷേ ആത്മാവിൻ്റെ പ്രവൃത്തി നിനക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആത്മാവിൻ്റെ പ്രസൻസ് വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് ഒരു വ്യക്തിയിലേക്ക് നിശ്വസിക്കപ്പെടുകയും ഒരു വ്യക്തിയിലേക്ക് ആഞ്ഞടിക്കുകയും ആ വ്യക്തി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്, ആത്മാവാകുന്ന കാറ്റ് എന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് ഒരു അർത്ഥം. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, കാറ്റും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ഇങ്ങനെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി, വീണ്ടും ജനിച്ച ഒരു വ്യക്തി, രണ്ടാം ജനനം കിട്ടിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ കാറ്റ് കൊണ്ടുപോകുന്ന ഒരു കരിയില പോലെയാണ്. അതായത് ആ വ്യക്തിക്ക് നിയതമായി നിശ്ചയിക്കപ്പെട്ട കണക്ക് കൂട്ടലുകളൊന്നുമില്ല. ആത്മാവാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ടൈം ടേബിളുകൾക്കും ഷെഡ്യൂളുകൾക്കും പദ്ധതികൾക്കും പ്ലാനുകൾക്കും അറേഞ്ച്മെൻറ്റ്സിനും കണക്കുകൂട്ടലുകൾക്കും എല്ലാം അപ്പുറത്ത് ആത്മാവാണ് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ, ഇത് വലിയ ആസ്വാദ്യകരമായ, വലിയ സന്തോഷദായകമായ, കൃതജ്ഞതാ നിർഭരരാക്കുന്ന, കണ്ണുകളെ ഇറനടിയിക്കുന്ന ഒരു അത്ഭുതകരമായ യാഥാർത്ഥ്യമാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ ആത്മാവ് കാറ്റിനാൽ എന്ന വണ്ണം നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈശോ നിക്കോദെമോസിനോട് പറയുകയാണ്. അപ്പോൾ ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ, ഓരോ വചനം കേൾക്കുമ്പോഴും ഇത് വചനത്തിലെ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഈ സത്യം ഒരു ഡ്രൈ ഇൻ്റലക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇത് കോടാനുകൂടി മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചതാണ്, ഇന്ന് അവരുടെ വർത്തമാനങ്ങളിൽ അനുഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, കർത്താവേ ഇത് എന്നിൽ സംഭവിക്കണം, അല്ലെങ്കിൽ മാമോദീസ സ്വീകരിച്ച എന്നിൽ സംഭവിച്ചതിനെ എനിക്ക് ബോധ്യപ്പെടുകയും തിരിച്ചറിയുകയും ചെയ്യണം. ഞാൻ ഒരു കാര്യം കൂടി ഈ സന്ദർഭവശാൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മാമോദീസ സ്വീകരിച്ച അനേകം മക്കൾ തങ്ങളിൽ നടന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരാണ്. മാമോദീസായിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിശ്വസിക്കപ്പെട്ടു എന്നും ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ വാസമുറപ്പിച്ചിരിക്കുന്നു എന്നും നാം ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു മായാത്ത പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും ആൻ ഇൻഡെലിബിൾ മാർക്ക് ഹാസ് ബീൻ സൈൻഡ്, അത് നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്ന് അനേകം വ്യക്തികൾ, വിശ്വാസികൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടാത്തവരാണ്. ആത്മാവ് നയിക്കുന്ന അനുഭവം കിട്ടാത്തവരും അനുഭവിക്കാത്തവരുമാണ്. അത് മാമോദീസ എന്ന കൂദാശയുടെ പ്രശ്നമല്ല. മാർപ്പാപ്പയുടെ പേപ്പൽ ഹൗസ് ഹോൾഡിൻ്റെ പ്രീച്ചറായ റെനേരോ കന്താലമിസ പോലെയുള്ള കർദിനാൾ, ആ കന്താലമിസ കർദിനാളിനെ പോലെയുള്ളവർ വിശദീകരിക്കുന്നത് പോലെ, മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമ്മൾ അൺലീഷ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ റിലീസ് ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നമ്മിൽ ഒരു അനുഭവമായി മാറേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ അനേകം വർഷങ്ങളായി പന്തക്കുസ്ത അഭിഷേകത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. മാമോദീസ സ്വീകരിച്ച, ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയിൽ
എന്താണ് പരിശുദ്ധാത്മ അഭിഷേകം, അതിനെക്കുറിച്ച് എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന നിലയിലുള്ള ചോദ്യങ്ങളുണ്ടാവും. യഥാർത്ഥത്തിൽ എന്താണ് മാമോദീസായിൽ നമുക്ക് നൽകപ്പെട്ട ഈ ഡിപ്പോസിറ്റിനെ നമ്മൾ തിരിച്ചറിയുന്നതും അത് നമ്മിലൊരു യാഥാർത്ഥ്യമായി മാറുന്നതുമാണ്, അത് നമുക്കൊരു അനുഭവമായി മാറുന്നതാണ് യഥാർത്ഥത്തിൽ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനം. അങ്ങനെയാണ് കന്താലമിസ പോലെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും വിശുദ്ധരായ മനുഷ്യരും ഇന്ന് സഭയിൽ ജീവിച്ചിരിക്കുന്ന പരമപരിശുദ്ധരായ മനുഷ്യരാളാണ് കന്താലമിസ പോലെയുള്ള കർദിനാളിനെ പോലെയുള്ള ആളുകൾ. അവർ വിശദീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ, കൂദാശയിൽ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ ഞാൻ അനുഭവിക്കേണ്ടതുണ്ട്, അത് എന്നിലൊരു യാഥാർത്ഥ്യവും ബോധ്യവും ശക്തിയുമായി മാറുന്നതാണ് ഈ പരിശുദ്ധാത്മ സ്നാനം. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനും ഉള്ളത്, കർത്താവേ, നിക്കോദെമോസിനോട് അങ്ങ് പറഞ്ഞതുപോലെ കാറ്റ് എന്നിൽ വീശി എന്നിൽ ഒരു വീണ്ടും ജനനം നടത്തിയ ആ അനുഭവം, ആ യാഥാർത്ഥ്യം എൻ്റെ കർത്താവേ എനിക്ക് അനുഭവിക്കാൻ പറ്റണം. എനിക്കത് അനുഭവിച്ച് എൻ്റെ ജീവിതത്തിലെ ഒരു സത്യമായി അത് മാറണം. ഇതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, കർത്താവ് യേശുമിശിഹ പറയുകയാണ്, ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ കർത്താവ് യേശുമിശിഹ ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാവും, വചനദാഹം ഉണ്ടാവും, ദൈവശക്തിയാൽ നിങ്ങൾ നിറയപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.